എൻ്റെ അപ്പനും അമ്മയും വിചാരിച്ചാൽ, ഒരു ഭാര്യനെ ഭർത്താവിനെ അപ്പനും അമ്മയും എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭാര്യനെയും ഭർത്താവിനെ അപ്പനും അമ്മ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? മക്കൾ വേണം. ശരിയല്ലേ? ഇനി ഒരു ഭാര്യയും ഭർത്താവും എന്തോരം വിചാരിച്ചാലും കുഞ്ഞിനെ കിട്ടുമോ? കിട്ടുമെങ്കിൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും, വിവാഹം കഴിച്ച എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾ ഉണ്ടാകേണ്ടതല്ലേ? ആണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴുണ്ടല്ലോ, ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ കുഞ്ഞ് കിട്ടിയല്ല. മാനസിക രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം. പക്ഷെ ആ മാനസിക രീതിയിൽ ചെയ്യുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ ആര് കൊടുക്കണം? ദൈവം കൊടുക്കണം. അപ്പോൾ കാണപ്പെടുന്ന എന്നിൽ കാണപ്പെടാത്ത എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ തന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തന്ന ആരുണ്ട്? ദൈവമുണ്ട്. കാണപ്പെടുന്ന എന്നിലെ കാണപ്പെടാത്ത, അതാണ് വിശ്വാസം. കാണപ്പെടാത്തതുണ്ട് എന്നതാണ് വിശ്വാസം. അപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ അവര് തരുന്ന സ്നേഹം അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അവരിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന സ്നേഹം, അത് മനസ്സിൽ കുറയാനല്ല, മുറിയാനല്ല. ആ സ്നേഹം കാണപ്പെടാത്ത ദൈവം എനിക്ക് തരും. ഞാൻ കാണപ്പെടുന്ന അവരെ, അതായത് ഈ ഭാര്യനെ, ഈ ഭർത്താവിനെ, ഈ അപ്പനെ, ഈ അമ്മയെ ഞാൻ കാണുമ്പോൾ ഈ കാണുന്ന അവര് എനിക്ക് തരുന്ന സ്നേഹം, ആ സ്നേഹം എനിക്ക് അവർ തരാത്ത സ്നേഹം, അവരിന്ന് ആഗ്രഹിച്ച് കിട്ടാതെ പോകുന്ന സ്നേഹം, എനിക്ക് 50% അപ്പൻ നമ്മൾ കിട്ടുന്നുള്ളൂ. അപ്പൊ കിട്ടാത്ത വേറെ 50 ഉണ്ട്. ഈ കിട്ടാത്ത 50, എൻ്റെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന 50, അത് ഈ അപ്പനെയും അമ്മയും എനിക്ക് തന്ന എൻ്റെ കർത്താവ് എനിക്ക് തരും. അങ്ങനെ കർത്താവ് തരുമെന്ന് വിശ്വസിച്ച് നമ്മുടെ മനസ്സിനെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് അനുദിനം പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സെപ്പോഴും എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്.